എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഉരുളക്കിഴങ്ങ് കറി റെഡിയാക്കിയാലോ. ഇതിനായിട്ട് ഞാനൊരു 5 ഉരുളക്കിഴങ്ങ് എടുത്ത്, ചെറിയ ഉരുളക്കിഴങ്ങാണ്, തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സവാള സെയിം അതേപോലെ തന്നെ കട്ട് ചെയ്ത് എടുക്കാം. ഇനി ഒരു 4 അല്ലി വെളുത്തുള്ളി അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും വറുത്തതാണ്, മല്ലിപ്പൊടി വറുത്തത് 1 സ്പൂണ്, ഗരം മസാല പൊടിച്ച് അതും വറുത്തത് 1/2 സ്പൂണ്, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം എപ്പോഴും ഇതിൻ്റെ മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ മാത്രം എടുക്കുക. ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് ഇത് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇട്ട് ചതച്ച് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കർ വിസിലടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 4-5 വിസിലടിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് റെഡിയായി വന്നിട്ടുണ്ട്. ഇതാ അടിപൊളി, അത് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മൺചട്ടിയിലോട്ടോ പാത്രത്തിലോട്ട് മാറ്റാം. ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി അത് കടുക് വറുക്കാനായിട്ട് എണ്ണ ഒഴിച്ചു, കടുകിട്ടു. ഇനി ഇതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു നുള്ളു ഉലുവയും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമ്മൾ ഉരുളക്കിഴങ്ങ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉപ്പും എരിയൊക്കെ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ചേർക്കാം. ഞാൻ നമ്മൾ അതിനാവശ്യത്തിനനുസരിച്ച്, നമ്മുടെ എത്രയാണോ ക്വാണ്ടിറ്റി അനുസരിച്ച് തേങ്ങ എടുത്ത് ശകല വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. ഇനി ഇത് നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമുക്ക് അടച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറുകട്ടെ. നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് നമുക്ക് അടച്ച് കുക്ക് ചെയ്യാം. കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിത് കാപ്പി ഏത് ഐറ്റംസിൻ്റെ കൂടെ, ഇഡ്ഡലി, ദോശ, നമുക്ക് ഏതിൻ്റെ കൂടെ, പുട്ടിൻ്റെ കൂടെ വേണമെങ്കിലും ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് ഉരുളക്കിഴങ്ങും കൂട്ടി മാത്രം കഴിക്കാവുന്നൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്